ക്രിയേറ്റീവ് ഫണ്ണി സ്പേസ് എന്ന കുഞ്ഞു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പോവാട്ടോ. ഞാൻ എൻ്റെ മൊബൈലിലുള്ള ഫോട്ടോസ് ഇതുപോലെ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്തെടുക്കാൻ അധികം പൈസ ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോവാട്ടോ. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് ആവശ്യമുണ്ട്. ഈ ഫോട്ടോനേക്കാളും കുറച്ചുകൂടി വലിയൊരു കാർഡ്ബോർഡ് എടുക്കാൻ ശ്രമിക്കുക. അതും ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു റൗണ്ട് ഷേപ്പിൽ ഫോട്ടോ കട്ട് ചെയ്തിട്ടില്ലേ, അതേ അളവിൽ തന്നെ നമ്മൾ ഈ കാർഡ്ബോർഡിലും രണ്ട് സൈഡിലും സർക്കിൾ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ബാംബു സ്റ്റിക്ക് വേണം. 36 ബാംബു സ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബാംബു സ്റ്റിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പർ, ന്യൂസ് പേപ്പറോ ചാർട്ട് പേപ്പറോ A4 ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തിട്ട് അറ്റത്ത് പശ തേച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫെവി ബോണ്ടോ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്തിട്ട് ആ സ്റ്റിക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ക് അയച്ചു തരണം. ഫേസ്ബുക്ക് പേജിൽ എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഫേസ്ബുക്ക് പേജിൽ പോവുക. അതിലൊന്ന് പിക്ക് അയച്ചു തരാം കേട്ടോ. പിക്ക് അയച്ചു തന്നാൽ എന്തായാലും ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ പബ്ലിഷ് ചെയ്യും. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ വേറൊരു കാർഡ്ബോർഡും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മൾ പശ തേച്ചിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാം കേട്ടോ. ഇനി നമ്മളിതൊന്ന് മറിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ട് സർക്കിൾ വരച്ചിട്ടില്ലേ, അതിൻ്റെ പുറവശത്തൊക്കെ നമ്മൾ പിസ്ത ഷെല്ലുകൾ വെച്ച് ഒട്ടിക്കാൻ പോവാം കേട്ടോ. ക്രിയേറ്റീവ് ഫണ്ണി സ്പേസ് എന്ന കുഞ്ഞു ഫാമിലി ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ വീഡിയോസും മിസ്സാവാണ്ട് കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ. വീഡിയോസ് വല്ലതും മിസ്സായി പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ ആ പിസ്ത ഷെല്ലുകൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രേ പെയിൻറ്റ് ഇല്ലാത്തവർ എക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്താൽ മതി. എക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിസ്ത ഷെല്ലുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോന്നിനും നമ്മൾ പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കാർഡ്ബോർഡ് ഇല്ലേ, കാർഡ്ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈറ്റ് A4 ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കവർ ചെയ്യുക. എന്നിട്ട് പെയിൻറ്റ് ചെയ്യുക. കാർഡ്ബോർഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിസ്ത ഷെല്ലുകളും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതേ കളറ് പെയിൻറ്റ് ചെയ്യുക കേട്ടോ, എന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ആ സ്റ്റിക്കുകളില്ലേ, സ്റ്റിക്കുകളും ഗോൾഡൻ കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേപ്പർ വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചതാണെങ്കിലും അതും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സെൻറ്ററിലൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പിക്കും കൂടി സെൻറ്ററിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് പിക്ക് അയച്ചു തരാം കേട്ടോ. ഇങ്ങനെയുള്ള കുഞ്ഞു ഐഡിയാസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.